Who was Ramu? Ramu was a cap seller. Cap seller. Who stole his caps? The monkey stole his caps. Stole his caps. Very good. How did he get back his caps? He threw the caps at the monkeys. The monkeys threw back the caps they had. He collected them. Devi, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം പറഞ്ഞ മനസ്സിലാവില്ലേ? നിന്റെ ടെക്സ്റ്റ് ബുക്ക് എവിടെ? ഇതാണോ ഇംഗ്ലീഷ് ടെക്സ്റ്റ്? അല്ല, കണക്കാ. ഇംഗ്ലീഷിന്റെ പുസ്തകം എവിടെ? കൊണ്ടുവന്നില്ല. അധിക പ്രസംഗി. പാർവതി ടീച്ചറിന്റെ മോനാന്ന് കരുതി ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട്. മേലാൽ ഇത് ആവർത്തിക്കരുത്. പോയ പുസ്തകം എടുത്തോണ്ട് വാ. പറഞ്ഞത് കേട്ടില്ലേ? ടീച്ചർ തന്നെ പോയി എടുത്തോണ്ട് വാ. ടീച്ചർക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞായിരിക്കും. പക്ഷെ ഇത്ര അനുസരണ കേട്ട ഒരു കുട്ടിയെ ഞാൻ എന്റെ കരിയർ കണ്ടിട്ടില്ല. എന്താ ടീച്ചർ? ആ ഓവർസിയർ ശേഖരപിള്ളയുടെ മകൻ വിഷ്ണു, അവൻ ദാ അവിടെ കിടന്ന് കരയുന്നു. ഇവൻ പെൻസിൽ കൊണ്ട് കുത്തിയതാ. ഇന്ന് പെൻസിൽ കൊണ്ട് കുത്തിയവൻ നാളെ പേനാക്കത്തി എടുക്കലെന്ന് എങ്ങനെ അറിയാം? എന്താ രവി ഇത്? എന്താ മോനെ ഇങ്ങനെ? നമ്മുടെ ആളെത്തില്ലോ. ഇന്നെന്താ പ്രശ്നം? ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ശാരദ ടീച്ചർക്ക് ഒരു വിവരമില്ല. സത്യം പറഞ്ഞ കേൾക്കൂല. എന്നാ ടീച്ചർക്ക് ഇച്ചിരി വിവരം പഠിപ്പിച്ചു കൊടുക്കായിരുന്നില്ലേ? എടാ കുട്ട, 2 വടം ഞാൻ എടുത്താ മോനെ ബെഞ്ചിലോട്ട് ഇരിക്കി. സലീം ഭായി വരുന്നുണ്ട്. 2 വെറ്റില നല്ലത് നോക്കി എടുത്തേ. എന്താടാ കുട്ട? വീട്ടിൽ പോയിരുന്നു. ചോദിച്ചപ്പോ പുറത്തേക്ക് പോയിന്ന് പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിയാ. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയാൽ മതിട്ടോ. മാഷോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഷോക്കടൊക്കെ ശരിക്കും ഭേദാവട്ടെ. ഭായി അന്ന് ദൈവത്തെ പോലെ തക്ക സമയത്ത് വന്ന് സഹായിച്ചത് കൊണ്ട് എന്റെ മോൾ ഇപ്പോഴും ജീവനോടെ മുന്നിലുണ്ട്. പടച്ചോൺ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കടമ ഇടൂ, അത്രേ ഉള്ളൂ. സർക്കാർ ആശുപത്രിയിലെ പ്രധാന ഡോക്ടർ നമ്മുടെ സുലൈമാൻ ആജിയുടെ മരുമോന. എന്താ അവന്റെ പേര്? നാസർ. ഓനെ ഒരുപാട് സഹായിച്ച്. പിന്നെ വേണ്ടപ്പെട്ടവരൊക്കെ പ്രാർത്ഥനയും ഒക്കെ പഠിച്ചോൻ കാത്ത്. സമാധാനമായിട്ട് പോയിക്കോട്ടാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ശരി. നമസ്കാരം ഭായി. നമസ്കാരം. അല്ല, സലീംബായിയുടെ കൂടെ സുഹറമോളുണ്ടല്ലോ. എടാ കുട്ട, എന്തോ ആ വട കുറച്ച് പോഞ്ഞെടുത്തേ. ഇട്ട് മൂടാൻ സ്വത്തുള്ളവനാണ് നമ്മുടെ ഭായി. പക്ഷെ എന്താ ഒരു വിനയം, നാട്ടുകാരോടുള്ള സ്നേഹം. മനുഷ്യരെ കണ്ടുപഠിക്കണമെങ്കിൽ സലീം ഭായിയെ കണ്ടുപഠിക്കണം. അയ്യോ അച്ഛൻ. പാപ്പാടെ പുന്നാരം കൊണ്ട് പേടിച്ച
അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ, ഒരു ടീച്ചറിന്റെ മോൻ. നീ എന്നെ ബസ്സിലോട്ട് കുത്തു വരണ. ഭായിയെ കൊല്ലാൻ ശ്രമിച്ചത് ഷായുടെ ആളുകൾ തന്നെയാണോ? ആഹാ, താൻ അതും ആലോചിച്ചോണ്ടിരിക്കുകയാണോ ഇപ്പോഴും? രാത്രി ഉറക്കമൊന്നുമില്ല എന്റെ മേനോൻ ചേട്ടാ, ഒരേ ഇരിപ്പും വിചാരമാ. ഇപ്പോഴാണെങ്കിൽ ഗോഡൌണും വീടും കൂടി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഉള്ള കടം വീട്ടാം, കച്ചവടം നിർത്തണമെന്നല്ലേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാനാ? നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാന്നാ ഇവള് പറയുന്നത്. കമലേ, നീ ഇവിടെ നിന്നോടി, നീ എങ്ങും പോകണ്ട. എന്റെ അമ്മ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളൂ. എടാ രവി, എന്താ അമ്മേ? വന്ന് ചോറുണ്ട്. ഓർമ്മ വെച്ച കാലം മുതൽ ഒരുമിച്ച് കഴിഞ്ഞ നമ്മുടെ മക്കൾ പിരിയേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ സഹിക്കുന്നില്ലടോ. നീ ഇതെന്താ കാണിക്കണേ? കണ്ണു കണ്ടൂടെ? ഇനി രണ്ടുപേരും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്ക് ഇവൻ എന്ത് ചെയ്താൽ എന്താ? ഇട്ടുകൊടുക്ക് കഴുതയ്ക്ക് അടിപിടി കൂടാനുള്ള ആരോഗ്യം ഉണ്ടാവട്ടെ. നീ പോടാ മൊത്തക്കണ്ണ. നീ എന്താ വിളിച്ചേ? അയ്യോ, എന്റെ കണ്ണു നേരിട്ട് വാ, കണ്ണ് കഴുകിയ നീറ്റിൽ പോ. നീ ഇത്തിരി കൂടുന്നുണ്ട്. ഹാ, എന്താ മേന്നെ, കുട്ടികളായ ഇത്തിരി കുസൃതിയൊക്കെ വേണ്ടേ? ഇവന്റെ കുസൃതി എന്ന് നമ്മൾ കണ്ടതല്ലേ. പിച്ചാത്തി നിവർത്തി പിടിച്ച് കഴുത്തറക്കാൻ നിൽക്കുന്നവന്റെ ഇടയിൽ കിടന്ന ഇവന്റെ കളി. മോനെ, കഴിച്ചിട്ട് പോ. അവന് വേണ്ടേ കഴിക്കണ്ട, എന്തിനാ നിർബന്ധിക്കുന്നത്? വയ്യ.